ഇന്നലെ അന്തരിച്ച ഈനാട് ഗ്രൂപ്പ് എംഡിയും റാമോജി ഫിലിം സിറ്റി സ്ഥാപകനുമായ രാമോജി റാവുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ നടക്കുക. മാധ്യമരംഗത്തെ അതികായനും ചലച്ചിത്ര ലോകത്തെ വിശ്വവിഖ്യാതനുമാണ് കടന്നുപോയിരിക്കുന്നത്. ഫിലിം സിറ്റിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ മാധ്യമ, സിനിമ, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മനീഷ് മൂർത്തി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ് മൂർത്തി, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിന് ശേഷം അവസാനിക്കും. അല്പസമയം മുമ്പാണ് വീട്ടിൽ അദ്ദേഹത്തിന്റെ ഈ ഫിലിം സിറ്റിക്കകത്ത് തന്നെയുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് ആചാരപരമായ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചത്. ആ ചടങ്ങുകൾ പൂർത്തീകരിച്ചപ്പോൾ സംസ്കാര സ്ഥലത്തേക്ക്, അതും ഫിലിം സിറ്റിക്കകത്ത് തന്നെയാണ്, സംസ്കാര സ്ഥലത്തേക്കുള്ള ഒരു വിലാപയാത്ര ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് ചടങ്ങുകളെല്ലാം തന്നെ നടത്തിയത്. എന്തായാലും ഇന്നലെ പുലർച്ചെ രാവിലെ 5 മണിയോട് കൂടിയാണ് ഒരു മരണം സംഭവിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. നമുക്കറിയാം, അദ്ദേഹത്തെ വലിയ തോതിൽ സിനിമാ ലോകമാണെങ്കിലും ശരി, മാധ്യമ ലോകമാണെങ്കിലും ശരിയൊക്കെ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2016 അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ അന്തരിച്ച രാമോജി റാവുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. ആയിരക്കണക്കിന് ആളുകൾ, വിഖ്യാതരൊക്കെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. പലരും അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമുക്കുള്ള ദുഃഖവും സങ്കടവും നമ്മൾ രേഖപ്പെടുത്തുന്നു. വലിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്ന് വെച്ചാൽ അസാധാരണമായ മനുഷ്യാംശം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. റിയൽ ഹ്യൂമനിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം.